ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കോഴിക്കോട്ടെ വിലങ്ങാട്ടെ ജനങ്ങൾ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചുള്ള പ്രക്ഷോഭം ആരംഭിച്ചു. വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു തത്സമയം. ഗോകുൽ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. മാർച്ച് അല്പസമയം മുമ്പാണ് വിലങ്ങാട് അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ചത്. ഈ മാർച്ചിൽ നൂറുകണക്കിന് വിലങ്ങാട് സാധാരണക്കാരായ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യമില്ലാതെയാണ് ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത. ഇന്ന് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായി കൃത്യം 4 മാസം തികയുമ്പോഴാണ് പ്രത്യക്ഷമായി തെരുവിലേക്ക് ഒരു സമരത്തിനിറങ്ങേണ്ട സാഹചര്യം വിലങ്ങാട് ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു സവിശേഷ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളുമായി മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ വന്നിരുന്നെങ്കിലും ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വികാരമാണ് ഇവിടെയുള്ള ആളുകൾ മുഴുവനായിട്ടും പങ്കുവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊരു പ്രത്യക്ഷ സമരവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും വാടക വീടുകളിലും മറ്റും കഴിയുന്നു. കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും. കാർഷിക വകുപ്പിന്റെ കണക്ക് പ്രകാരം ഏകദേശം 14 കോടിയോളം രൂപയുടെ മേഖലയിൽ ആയിട്ടാണ്, എന്നാൽ കേവലം 11 ലക്ഷം രൂപ മാത്രമായിരുന്നു ഇവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. ഈ സമരത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ഇപ്പോൾ സെന്റ് ജോർജ് നിങ്ങളിപ്പോൾ ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. 4 മാസമായി ഉരുൾപൊട്ടൽ നടന്നിട്ട് ഈ ഇവിടെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നും നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണോ? ഇന്നേക്ക് 4 മാസം തികയാണ് ഇവിടെ ഉരുൾപൊട്ടലും കാലവർഷക്കെടുതികളും ഉണ്ടായിട്ട്. ഇതിനിടയിൽ ധാരാളം വാഗ്ദാനങ്ങൾ ലഭിക്കേണ്ടായി. മന്ത്രിമാർ, MLA മാർ, അതുപോലെ നിയമസഭാ സമിതിയിലെ അംഗങ്ങൾ, ചീഫ് സെക്രട്ടറി, അങ്ങനെ രാഷ്ട്രീയ അധികാര വർഗത്തിൽപ്പെട്ടവർ ഇവരിവിടെ സന്ദർശിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ഉണ്ടായി. പക്ഷേ ഈ ഇത്രയും നാളായിട്ടും നമ്മുടെ ഈ നാടിന് ഗുണകരമായ രീതിയിലുള്ള യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്, ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാടകയ്ക്ക് തുടക്കത്തിൽ പോയവർക്ക് 1 മാസത്തെ വാടകയിൽ ഏകദേശം 10,000 രൂപയോളം ആൾക്കാർക്ക് കൊടുക്കുകയുണ്ടായി. അതല്ലാതെ ഇവിടേക്ക് യാതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അധികാരവർഗത്തിൻ്റെ ഈ നിർവികാരത, നിഷ്ക്രിയത്വം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭയമാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഇനി 6 മാസം കൂടിയേ ഉള്ളൂ ഇവിടേക്ക് ഇനി മഴക്കാലം കടന്നു വരുവാനായിട്ട്. ഇവിടെ ഒഴുകുന്ന പുഴ വളരെ കേരളത്തിൽ തന്നെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നദിയാണ്, മയ്യഴി പുഴയാണ്. പക്ഷേ കാലവർഷമായി കഴിഞ്ഞാൽ ഈ പുഴയുടെ ശൈലിയും രീതികളും ഒക്കെ മാറും. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന മഴക്കാലത്തിന് മുമ്പായിട്ട് സർക്കാർ എന്തെങ്കിലും നമുക്കിവിടെ ജീവിക്കുവാനായിട്ടുള്ള, അതുപോലെ തന്നെ ഭയം കൂടാതെ കിടന്നുറങ്ങുവാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു തരാത്ത പക്ഷം അത് ഈ ജനത്തോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്. ആ ക്രൂരതയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഈ ധർണാ സമരം. മുഴുവൻ ആളുകൾ കക്ഷിഭേദമില്ല, മതങ്ങളുടെ അതിർവരമ്പുകളുമില്ല. ഇവിടെ വെലങ്ങാട് ദേശത്തെ ജനങ്ങൾ, നല്ലവരായ നാട്ടുകാർ മാത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം കുടിവെള്ളത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടുന്നുണ്ടോ? ഇവിടെ കുടിവെള്ളം, ഈ ഉരുൾപൊട്ടലോടുകൂടി ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഉറവകൾ വറ്റിപ്പോയി എന്നുള്ളതാണ്. ഉറവക്കണ്ണികൾ ഗതിമാറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുഴയിലെ വെള്ളമൊക്കെ പറ്റിയിരിക്കുന്നു. കുടിവെള്ളം അതീവ ഗുരുതരമായ കുടിവെള്ളക്ഷാമം ഇപ്പോൾ നമ്മളിവിടെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറിയതോടുകൂടി ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ താഴേക്ക് ഇറങ്ങി വരാൻ പറ്റും. ഇവിടെ കൃഷി ധാരാളം നശിച്ചുപോയി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ തെങ്ങുകളൊക്കെ ഉണ്ട്. ആ തെങ്ങിലെ കരിക്കുകളും എല്ലാം ഈ കുരങ്ങുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പള്ളിയുടെ മുമ്പിലുള്ള ഈ ഒരു റോഡ് മാത്രമാണ് ഏകദേശം 1000-ഓളം കുടുംബങ്ങൾക്ക് യാത്രായോഗ്യമായിട്ടുള്ള ഒരേ ഒരു. ഇനിയും കൂടെ തകർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1000-ഓളം വരുന്ന ജനങ്ങൾ എങ്ങനെ ഒരു ആശുപത്രിയിലേക്ക്, ഒരു നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടൗണിനെ നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇത് നടക്കാതെ വരുന്നു. ഉരുട്ടി പാലത്തിൻ്റെ അവിടെ തകർന്നു പോയിരിക്കുന്നു. അതിൽ ഉരുട്ടി റോഡ് തകർന്നു പോയിരിക്കുന്നു. വെലങ്ങാട് സെൻറ്റ് ജോർജ് ഫൊറോനയുടെ മുമ്പിലുള്ള റോഡുകൾ തകർന്നിരിക്കുന്നു. കരികുളത്ത് റോഡുകൾ തകർന്നു വരുന്നു. അപ്പോൾ യാത്രാ ക്ലേശങ്ങൾ അതീവ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. മാത്രമല്ല ഇവിടെ ഈ ഇതൊക്കെ വന്നതോടുകൂടി സാമ്പത്തികമായ വലിയൊരു ബുദ്ധിമുട്ടിലൂടെ ജനങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ തൊഴിലില്ല.
ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഉണ്ട്. ഇവിടെ കുറേയും കൂടെ പുരുഷന്മാരുണ്ടായിരുന്നു. അവരൊക്കെ കുറേ പേരെങ്കിലും പണി ഈ വെലങ്ങാട് ദേശത്ത് നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് പണിയെടുക്കുവാനായിട്ട് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇവിടെ തന്നെ സുഖമായിട്ട് പണിയെടുത്ത് കുടുംബത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അതെല്ലാം ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനേക്കാളും വലിയ ഭീകരത ഞങ്ങൾ അഭിമുഖീകരിക്കാവുന്ന ഒരു ഭീകരത എന്ന് പറയുന്നത് മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ 11 വീടുകൾ അടപടലം ഒഴുകിപ്പോയി. ഏകദേശം 27 കുടുംബങ്ങൾ ഭാഗികമായിട്ട് 3/4 ഭാഗത്തോളം തകർന്നുപോയ കുടുംബങ്ങളുണ്ട്. പിന്നെ ഒരു തരത്തിലും താമസയോഗ്യമല്ലാത്ത 123ഓളം 123 അതിൽ കൂടുതലുണ്ട് ശരിയായിട്ട് എണ്ണം എടുത്തു കഴിഞ്ഞാൽ. എന്നാലും ഒരു 123ഓളം കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. ഇവരെങ്ങനെ ഈ ഒരു മഴ വരുമ്പോഴത്തേക്കും എങ്ങനെ അതിജീവിക്കുമെന്നുള്ള സമാധാനം ഇല്ലാത്ത ഒരു രാത്രികളാണ് അവർക്ക് സമ്മാനിച്ചുള്ളത്. ഇവൻ ഇപ്പോഴാണെങ്കിലും ശരി കാർമേഘം കൂടുമ്പോഴത്തേക്കും ഇത് ആൾക്കാർക്ക് ഭീതിയാണ്. മാത്രമല്ല ഞങ്ങളുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് അന്നത്തെ ഈ ഭീകര ദുരിത മഴ ഉരുൾപൊട്ടലൊക്കെ കണ്ട കുഞ്ഞുങ്ങൾക്ക് അത് സൃഷ്ടിച്ചുള്ള ട്രോമ വളരെ ശക്തമാണ്. അപ്പോൾ അവർക്ക് തന്നെ ഇപ്പം പേടിയാണ്. മഴ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാമെന്നുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നമുക്ക് വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഗവൺമെൻറ് തലത്തിൽ അധികാരവർഗത്തിൻ്റെ നിഷ്ക്രിയത്വം അല്ലെങ്കിൽ നിർവികാരത വളരെ ശക്തമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വേദനിപ്പിക്കുന്നത്. ഇതൊരു വേദനയുടെ ആത്മരോഷത്തിൻ്റെ നിലവിളി കൂടിയാണ് ഇവിടെ നിങ്ങൾ കേൾക്കുന്നത്. ഈ ഒരുപാട് സ്ഥലങ്ങൾ ഉരുൾപൊട്ടൽ 100-ലധികം സ്ഥലങ്ങളിൽ പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മേഖലകളിലൊന്നും ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചിട്ടില്ല എന്നൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു. അത് ഉള്ളതാണ്? തീർച്ചയായിട്ടും ഇവിടെ കുറ്റല്ലൂർ, പറമ്പടി, അതുപോലെയുള്ള പാലൂര്, വലിയ പാനം ഇതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും ആരും സന്ദർശിച്ചിട്ടില്ല. അവരിപ്പോൾ നഷ്ടത്തിന്റെ കണക്കൊന്നും ഒരിടത്തും വന്നിട്ടില്ല. അതൊന്നും ഒരിടത്തും വന്നിട്ടില്ല. ഇവിടെ ഈ അടുത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ഏതാണ്ട് 1.25 ഹെക്ടർ ഭൂമിയെ നശിച്ചു പോയിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 1.25 ഹെക്ടർ ഒന്നുമല്ല, ഏതാണ്ട് 630 ഏക്കറോളം ഭൂമി ഇവിടെ മൊത്തം കൃഷിയോഗ്യമല്ലാതെ ആയി തീർന്നിട്ടുണ്ട്. പിന്നെ ഈ പുഴ മുഴുവൻ നികന്നു പോയി എന്നുള്ളതാണ്. ഇവിടെ നല്ല ചെറിയ കയങ്ങളുണ്ടാകും, നല്ല നല്ല കൊച്ചു കൊച്ചു പിക്നിക് സ്പോട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം നികന്നു പോയിരിക്കുകയാണ്. ഈ പാറകളും ചരലുകളും മണ്ണും വന്ന് നികന്നു പോയിരിക്കുകയാണ്. അതും ഇവിടെ കുടിവെള്ള ക്ഷാമത്തിന് വലിയ പ്രശ്നമുണ്ടാക്കും. ഈ സമരത്തിലേക്ക് കടക്കുന്നുവെന്ന് ഒരു അറിയിപ്പ് വന്നതിന് ശേഷം ഉദ്യോഗസ്ഥ സംഘം ആരെങ്കിലുമൊക്കെ സമരസമിതിയെ ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നോ? അവരാരും ഇതുവരെ ഔദ്യോഗികമായിട്ട് ആരും ബന്ധപ്പെട്ടിട്ടില്ല. എപ്പോഴായിരുന്നു അവസാനമായി ഒരു സർക്കാരിന്റെ സംവിധാനം ഇങ്ങോട്ടേക്ക് വരികയോ നിങ്ങളുമായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ ഏറ്റവും അവസാനം വന്നത് ചീഫ് സെക്രട്ടറി ഇവിടെ വരികയും ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും അവരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവർക്ക് സാധിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇവിടേക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ എത്ര കുടുംബങ്ങൾ ഇപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ മാറി താമസിക്കുന്നുണ്ട്? അതിന്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ ഇപ്പോൾ ഇവിടെ ഏകദേശം 36ഓളം വീട്ടുകാരായിരുന്നു മാറി താമസിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 20-നടുത്ത് വീട്ടുകാർ ഇപ്പോഴും മാറി താമസിക്കുന്നുണ്ട്. കാരണം ഈ മലകളിൽ മുകളിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടില്ല, വലിയ ദുരന്തങ്ങൾ സംഭവിച്ചില്ല, പറമ്പൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു കാരണവശാലും അവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അതങ്ങ് മലമുകളിലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരാനൊക്കെ അത് വലിയ അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അവർ കുറേ ആൾക്കാരെങ്കിലും ഇവിടെ വാടക വീടുകളിലേക്ക് മാറി താമസിക്കുന്നുണ്ട്. പരിപ്പുപാറ, വാണിയമ്മൽ, ചുഴലി, അതുപോലെ തന്നെ പുതുക്കയം ഭാഗത്ത് അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുക. അവർ തിരിച്ചിതുവരെയും വന്നിട്ടില്ല. മാത്രമല്ല കുടിവെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട്. ചില ഭാഗത്ത് ഇലക്ട്രിസിറ്റി ഇതുവരെയും പുനഃസ്ഥാപിക്കാത്ത മേഖലകളും ഉണ്ട് ഈ അടിച്ചപ്പാറ മലയുടെ മുകൾ ഭാഗത്തായിട്ട്. ഇനിയിപ്പം അടുത്ത ഘട്ടത്തിലേക്ക് ഇതിൽ തന്നെ പരിഹരിക്കപ്പെട്ടതെന്ന് നമ്മുടെ ഒക്കെ പ്രാർത്ഥന. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും മുന്നോട്ടേക്ക് പോവുക? ഇത് ഇവിടെ പരിഹരിക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. ഇനി ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ജില്ലാ കളക്ടറേറ്റിലേക്ക് തന്നെ ഞങ്ങൾ സമരമായിട്ട് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് വിലങ്ങാട്ടെ ജനത. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കോഴിക്കോട്ടെ വിലങ്ങാട്ടെ ജനങ്ങൾ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചുള്ള പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.